മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നോയമ്പിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ധ്യാനത്തിൻ്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്, ക്ഷമിക്കണം. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, നാമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഒരു ഏകലോക സാമ്രാജ്യം ഉണ്ടാകുമെന്നും അതുപോലെ ആ ഏകലോക സാമ്രാജ്യം ഭരിക്കുന്നതിന് സാത്താൻ്റെ മകനായ എതിർ ക്രിസ്തു അതിന് തയ്യാറെടുക്കുന്നുവെന്നും നമുക്കറിയാം. സാത്താൻ അറിയാം അവൻ്റെ നാളുകൾ അങ്ങേയറ്റം എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് അത്യധികമായ അങ്ങേയറ്റം കോപത്തോടുകൂടെ, ദേഷ്യത്തോടുകൂടെ എപ്രകാരം കഴിയുന്നത്ര ആത്മാക്കളെ നശിപ്പിക്കാവോ അത്രമാത്രം ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവൻ എല്ലാ തരത്തിലുള്ള മനുഷ്യനെ നശിപ്പിക്കുന്നുള്ള കെണികൾക്ക് രൂപം കൊടുക്കുകയാണ്. അതിലൊന്നാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ മതമായ നവയുഗ മതം. ലോകത്തിലുള്ള സകലരിലേക്കും, ചെറിയവർ മുതൽ വലിയവർ വരെയുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങേറ്റം ചിന്താക്കുഴപ്പത്തിന് രൂപം നൽകുന്ന, എന്നാൽ അനേകരെ ഈ ഒരു മതത്തിലൂടെ ആത്മീയമായി ബന്ധിക്കുന്നതിന് ശ്രമിക്കുന്ന ഈ മതം, വരാൻ പോകുന്ന ഈ മതത്തിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, സാത്താൻ്റെ പുത്രന് ഭരിക്കുന്നതിന് സുഗമമായ ഒരു മാർഗം, എളുപ്പ വഴി ഉണ്ടാക്കി കൊടുക്കുക, അത് മാത്രമാണ്. അതുകൊണ്ട് പിന്നെ പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികൾ, യഥാർത്ഥ കത്തോലിക്ക വിശ്വാസികൾ അങ്ങേറ്റം ഗൗരവത്തോടുകൂടെ ഇവയെപ്പറ്റി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ മതം പാപത്തെ പറ്റി പഠിപ്പിക്കുന്നത്? ഇവർ പറയുന്നത് പാപം എന്ന് പറയുന്ന ഒന്നില്ല, ജ്ഞാനത്തിൻ്റെ അപൂർണത മാത്രമേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി, ബോധോദയം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ടെക്നിക്കുകളും ഉപയോഗിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ധ്യാനങ്ങൾ, അതിന് സഹായകമാകുന്ന മയക്കുമരുന്നുകൾ, ഇവയൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ നിന്റെ ബുദ്ധി നിന്നെ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് പോവുക. അവസാനമായിട്ട് അവർ പറയുന്നത് ഇതാണ്: മനുഷ്യനിൽ തന്നെ ആശ്രയിക്കുക. ഏറ്റവും വലിയൊരു തെറ്റാണ് ഇവർ പഠിപ്പിക്കുന്നത്. വചനമനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് കർത്താവ് ഇത്തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശക്തൻ എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു: മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാകുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനെ പറ്റി കർത്താവ് പ്രകാരം പറയുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. എത്രയോ വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതെന്ന് പല പ്രാവശ്യം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും കൂടെ കെണിയിൽ പെടുത്തുന്നതിനുള്ള ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള സന്ദേശങ്ങളിൽ നിന്ന് നാം എപ്പോഴും ഒഴിഞ്ഞു മാറിയിരിക്കണം.
എന്നാൽ ഇങ്ങനെയുള്ള തട്ടിപ്പ്, ഇങ്ങനെയുള്ള മനുഷ്യനെ മയക്കുന്ന പലതരത്തിലുള്ള തെറ്റായ പഠനങ്ങളും സന്ദേശങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ പല രൂപത്തിലും ഭാവത്തിലും ഇത് നമ്മുടെ പക്കലേക്ക് എത്തുമ്പോൾ നാമും ചിലപ്പോൾ അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പാപത്തെപ്പറ്റി നമ്മുടെ വിശുദ്ധനായ മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ പാപമെന്ന യാഥാർത്ഥ്യത്തെ ആദ്യം തന്നെ ഉത്ഭവ പാപത്തെ വിശദീകരിക്കാൻ ദൈവിക വെളിപാടിന്റെ പ്രകാശത്തിന് മാത്രമേ കഴിയൂ. ദൈവിക വെളിപാടിലൂടെ ലഭിക്കുന്ന ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് പാപത്തെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാം ഒക്കെ തിരുവചനം ധാരാളമായി വായിക്കേണ്ടത്. തിരുവചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുകയും ജ്ഞാനം ലഭിക്കുകയും കൃപ കൊണ്ട് നിറയുകയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ദൈവത്തെ സഹജീവികളെ സ്നേഹിക്കാനായ സൃഷ്ടികൾക്ക് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് പാപം എന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയുള്ള പദ്ധതിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിലൂടെയാണ്. പാപം എന്നത് യുക്തിക്കും സത്യത്തിനും നേർ മനസാക്ഷിക്കും എതിരായ തെറ്റാണ്. അതെന്തെങ്കിലും ഒന്നിനോടുള്ള വഴിപിഴച്ച ആഗ്രഹം മൂലം ദൈവത്തോടും അയൽക്കാരനോടും ഉണ്ടാകേണ്ട യഥാർത്ഥ സ്നേഹത്തിൽ വരുന്ന വീഴ്ചയാണ്. അത് മനുഷ്യ പ്രകൃതിയെ മുറിപ്പെടുത്തുകയും മാനവിക ഐക്യത്തിന് കോട്ടം വരുത്തുകയും ചെയ്യുന്നു. പാപം ദൈവത്തിനെതിരായ തെറ്റാണ്. പാപം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് എതിര് നിൽക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. അങ്ങനെ പാപം ദൈവനിന്ദ തന്നെയായ ആത്മപ്രണയമായി മാറുന്നു. എത്രയോ വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ ഇവയൊക്കെ. ദൈവത്തിൻ്റെ അരൂപി, പരിശുദ്ധാത്മാ അരൂപിയെ നിറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യങ്ങളാണ് ഇവയെല്ലാം. ഇനി സഹനത്തെക്കുറിച്ചും അതുപോലെ മരണത്തെക്കുറിച്ചും എന്താണ് ന്യൂ ഏജ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നവയുഗ മതം പഠിപ്പിക്കുന്നത്? അവർ പറയുന്നത് ഈ സഹനം മരണം എന്നൊക്കെ പറയുന്നത് ചീത്ത കർമ്മഫലമോ അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ പരമാവധി ഉപയോഗിക്കാൻ കഴിയാത്തതിലുള്ള ചില വീഴ്ചകൾ അതുകൊണ്ടുണ്ടായതാത്രേ. ക്രിസ്ത്യാനികൾക്കറിയാവുന്നതുപോലെ ക്രിസ്തു കുരിശിലെ സഹനം വഴിയായ രക്ഷ നേടിയെടുക്കുക മാത്രമല്ല ചെയ്തത്, മനുഷ്യന്റെ സഹനം തന്നെ വീണ്ടെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പാപവും ചെയ്യാതിരിക്കെ തന്നെ ക്രിസ്തു പാപത്തിന്റെ ദൂഷ്യഫലങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തു. ഈ ദൂഷ്യഫലങ്ങളുടെ അനുഭവമാണ് ക്രിസ്തുവിന്റെ സഹനത്തെ അനന്യമാക്കുന്നതും ആ പീഡാസഹനത്തെ വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ വിലയാക്കി തീർക്കുന്നതും. രക്ഷകൻ മനുഷ്യനായും മനുഷ്യന് വേണ്ടിയും സഹിച്ചു. എല്ലാ മനുഷ്യർക്കും ഈ രക്ഷയിൽ പങ്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും രക്ഷാദായകമായ ഈ സഹനത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹനത്തിലൂടെ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ ക്രിസ്തു മാനുഷിക സഹനങ്ങളെ രക്ഷാകര തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഓരോ മനുഷ്യനും തൻ്റെ സഹനത്തിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര സഹനത്തിൽ പങ്കുകാരാകാനുള്ള അവസരവും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ കർത്താവ് പറഞ്ഞത്, എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിത്യരക്ഷ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ തിരിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള നിത്യസത്യം മനസ്സിലാക്കുക. ഒരു തലമുടി നാരിട പോലും ദൈവം അറിയാതെ താഴെ വീഴുന്നില്ല. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മാനസികമായോ ശാരീരികമായോ ആത്മീയമായോ അനുഭവിക്കുന്ന സംഘട്ടനങ്ങളാകട്ടെ, വേദനകളാകട്ടെ, പീഡനങ്ങളാകട്ടെ ദൈവം അറിയുന്നുണ്ട്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവം നൽകുന്നതാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ അതിൽ വലിയ അനുഗ്രഹമുണ്ട്. മാത്രമല്ല
നമ്മുടെ നിത്യരക്ഷ കൂടുതൽ സുഗമമായി മാറുകയും ചെയ്യും. അടുത്തതായി ഇവർ പറയുന്നത് പുനർജന്മത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇവർ ഈ പുനർജന്മത്തെ കുറിച്ചുള്ള ഈ സിദ്ധാന്തം മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കാരണം, ഭൂരിപക്ഷം മനുഷ്യർക്കും, പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, പാപബന്ധനങ്ങളിൽ ജീവിക്കുന്നവർ, അന്യമതസ്ഥർ, അവർക്കൊക്കെ മരിക്കാൻ ഭയമുണ്ട്. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഭയമില്ലാത്തുള്ളൂ. കാരണം അവർക്കറിയാം അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർക്കറിയാം ഈ മരണം നിത്യരക്ഷയിലേക്കുള്ള ഒരു വാതായനമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരതിനെ സ്വാഗതം ചെയ്യുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും മരണത്തെ ഭയപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളവരെ തങ്ങളുടെ കൈകളിൽ എടുക്കുന്നതിന് വേണ്ടി, മരണഭയം നീക്കിക്കളയുന്നതിന് വേണ്ടി അവർ പറയുന്നു പുനർജന്മം മാത്രമേ ഉള്ളൂ എന്ന്. മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കാൻ ഒരിക്കൽ മാത്രമല്ല പല പ്രാവശ്യം പുനർജന്മം ആവശ്യമാണെന്നും അവർ പറയുന്നു. നമ്മുടെ മാർപ്പാപ്പ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ പറ്റി, മനുഷ്യൻ ഒരു വേറിട്ട സൃഷ്ടിയാണെന്നും അവന് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നും ആ ജീവിതത്തിന് അവൻ പൂർണ്ണമായും ഉത്തരവാദിയാണെന്നുമുള്ള ക്രൈസ്തവ വിശ്വാസവുമായി ഒരിക്കലും യോജിച്ചു പോകാത്തതാണ് പുനർജന്മ സിദ്ധാന്തവും പ്രപഞ്ച സത്തയുമായുള്ള ഐക്യവും ഒക്കെ. ക്രിസ്തീയ ചിന്തയിൽ മനുഷ്യനെക്കുറിച്ചുള്ള ഈ ധാരണ അതോടൊപ്പം അവൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇവരുടെ പഠനം ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന നവയുഗത്തിനെ കൊണ്ടു നടത്തുന്നത് പ്രാപഞ്ചിക നിയമങ്ങളെ അധീനത്തിലാക്കിയ പരിപൂർണത പ്രാപിച്ച ഉഭയലിംഗ ജീവികളായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ക്രിസ്തീയതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവിടെ പുതിയൊരു ആഗോള മതവും പുതിയൊരു ലോകക്രമവും ഉയർന്നു വരികയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ മകൻ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരു ആഗോള മതവും ഒരു പുതിയ ലോകക്രമവും ഉണ്ടാകണം. അപ്പോൾ അവൻ്റെ ഭരണം വളരെ ഈസി ആയിത്തീരും. എന്നാൽ നമ്മുടെ വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ക്രിസ്ത്യാനികൾ നിരന്തരമായി ജാഗ്രതയായിരിക്കുന്നത് യേശുക്രിസ്തു വീണ്ടും വരുന്ന അവസാന നാളുകൾക്ക് വേണ്ടിയാണ്. അവരുടെ നവയുഗം 2000 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. അത് നസ്രത്തിലെ യേശുവായ യേശുക്രിസ്തുവിലാണ് തുടക്കം കുറിച്ചത്. സകലരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ വചനം മനുഷ്യരൂപം ധരിച്ചവനാണ് അവിടുന്ന്. വ്യക്തികളുടെ ഹൃദയങ്ങളിലും സമൂഹത്തിലും ചരിത്രത്തിലും ജനപദങ്ങളിലും സംസ്കാരങ്ങളിലും മതങ്ങളിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായി വസിക്കുന്നു. സത്യത്തിൽ പുത്രൻ വഴിയായി സമൃദ്ധമായി വർഷിക്കപ്പെട്ട പിതാവിൻ്റെ ആത്മാവാണ് ലോകത്തെ ചൈതന്യവത്താക്കുന്നത്. നാം അന്ത്യകാലഘട്ടത്താണ് ജീവിക്കുന്നത്. നോക്കുക, സകല മാർപ്പാപ്പാമാരിലും വെച്ച് ഏറ്റവും എല്ലാത്തരത്തിലും അങ്ങേറ്റം മഹത്വപൂർണമായ രീതിയിൽ തൻ്റെ ഭരണം കാഴ്ചവെച്ച സഭയ്ക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയ മാർപ്പാപ്പ അദ്ദേഹം പറയുന്നു, നാം അന്തിമ കാലഘട്ടത്താണ് ജീവിക്കുന്നതെന്ന് പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യം. അപ്പോൾ ഈ ഹോളി ഫാമിലി അസോസിയേഷനിലെ ഓരോ അംഗങ്ങൾക്കും എത്ര വലിയ ഉത്തരവാദിത്തമാണുള്ളത് നോക്കുക. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാവരേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. നാം മനസ്സിലാക്കണം. കാരണം കർത്താവ് ഏറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ദൈവീയ ചൈതന്യം കൊണ്ട് നിറയുകയും ജ്ഞാനസൂത്രങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ
ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണെന്നുള്ള കാര്യം നാം മറക്കുക. യേശുക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവന്റെ ജലം പ്രദാനം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. മാർപ്പാപ്പ പറയുന്നു, സഭയുടെ ഒരേ ഒരു അടിസ്ഥാനം അവരുടെ നാഥനും കർത്താവുമായ യേശുക്രിസ്തുവാണ്. എല്ലാ ക്രിസ്തീയ പ്രവർത്തികളുടെയും എല്ലാ ക്രിസ്തീയ സന്ദേശങ്ങളുടെയും കേന്ദ്രമായി നിൽക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് സഭ ഇടവിടാതെ എല്ലായ്പ്പോഴും അവളുടെ നാഥനിലേക്ക്, കർത്താവിലേക്ക് തന്നെ തിരിയുന്നു. ബത്ലഹേമിലെ ആട്ടിടയന്മാർ മുതൽ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർ വരെ, ദേവാലയത്തിൽ തന്നെ കേട്ടിരുന്ന ജ്ഞാനികളായ ശ്രേഷ്ഠന്മാർ മുതൽ ദുഃഖാർത്തരായി എമ്മാവസിലേക്ക് പോയിരുന്ന ശിഷ്യന്മാർ വരെ, യേശുവുമായുള്ള നിരവധി സമാഗമങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമരിയാക്കാരിയായ സ്ത്രീയുമായുള്ള കണ്ടുമുട്ടലിലാണ് യേശു നമുക്കായി തരുന്നത് എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് നൽകുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി, അതും അപരിചിതയായ ഒരു വ്യക്തി, ദൈവം കാത്തിരിക്കുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി. ദൈവം ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി, അതും പാപിനിയായ ഒരു സ്ത്രീ, 5 ഭർത്താക്കന്മാരുടെ ജീവിച്ചൊരു സ്ത്രീ, അപരിചിതയായ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് വേണ്ടി കർത്താവ് ആ കിണറ്റിൻ്റെ അരികിൽ കാത്തിരിക്കുകയാണ്. എപ്രകാരമാണ് ആ സ്ത്രീയെ വിശ്വാസത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതെന്ന് ആ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കർത്താവ് എപ്രകാരമാണ് ആ ആത്മാവിനെ കയ്യിലെടുക്കുന്നതെന്ന് നോക്കുക. ഈ ഒരു രീതി പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഇപ്രകാരം ഓരോ വ്യക്തിയെയും കർത്താവിന് വേണ്ടി നേടണം. എന്തായിരുന്നു? കർത്താവ് ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്ന് ആ വ്യക്തിയെ അവിടത്തേക്ക് നയിച്ചപ്പോൾ, ദൈവത്തിലേക്ക് നയിച്ചപ്പോൾ, ആ ജീവന്റെ ജലം നൽകി ദൈവത്തിലേക്ക് ആകർഷിച്ചപ്പോൾ അതിൻ്റെ ഫലം എന്തായിരുന്നു? ഉടൻ തന്നെ നാം കാണുകയുണ്ടായി. ഒരൊറ്റ വ്യക്തിയിലൂടെ ഒരു സമൂഹത്തെ മുഴുവനാണ് അവൾ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. അതെ, ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കർത്താവിലേക്ക് ആ മകൾ കൊണ്ടുവന്നു. നോക്കുക, ഇനി ആ ദേശത്തെ മുഴുവൻ ആൾക്കാരും, അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, സന്തതികൾ, തലമുറകൾ, അവരെല്ലാം കർത്താവിനുള്ളവരല്ലേ? അതെ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇപ്രകാരം ഒരു ദേശത്തെ തന്നെ കർത്താവിലേക്ക് നയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ വചനത്തിലൂടെ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള ദാഹത്തിലൂടെ, അതെ, ഓരോ ദേശത്തെയും കർത്താവിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ലഭിച്ചവരാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും എന്ന് മറക്കാതിരിക്കുക. പരിശുദ്ധ കന്യകാമാതാവ് പറയുകയുണ്ടായി ഒരിക്കൽ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പായുടെ എല്ലാവിധ ചാക്രിക ലേഖനങ്ങളും എല്ലാവിധ പ്രമാണരേഖകളും എല്ലാം അനുഗ്രഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണെന്ന് നമ്മ പറയുന്നു. അത് വായിക്കുന്നത്, അത് ഗ്രഹിക്കുന്നത് എത്ര നല്ലതാണ്. ആ വിശുദ്ധൻ പറയുകയാണ്, ന്യൂ ഏജിനെ അല്ലെങ്കിൽ നവയുഗ മതത്തെ ഊട്ടി വളർത്തിയ പല ചിന്താധാരകളും പ്രസ്ഥാനങ്ങളും പ്രത്യക്ഷത്തിൽ തന്നെ ക്രൈസ്തവ വിരുദ്ധമായിരുന്നു എന്നത് മറക്കരുതെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക. ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ക്രിസ്തുമതമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതത്തെ തകർക്കുകയാണ് ഇവരുടെ ഏക ലക്ഷ്യം. അവരുടെ ക്രിസ്തീയതയുള്ള സമീപനം ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല, മറിച്ച് അതിനെ നിഷ്ക്രിയമാക്കുക എന്നതായിരുന്നു എല്ലാ മതചിന്താധാരകളോടും
തുറന്ന സമീപനമാണെന്നുള്ള അവകാശവാദത്തിനിടയിലും പരമ്പരാഗത ക്രിസ്തുമതത്തെ അവർ ഒരിക്കലും സ്വീകാര്യമായ ഒരു മാർഗമായി അംഗീകരിക്കുന്നില്ല. സത്യത്തിൽ യഥാർത്ഥ ക്രിസ്തീയതയോട് സഹിഷ്ണുത കാണിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന രീതിയിലുള്ള നീക്കങ്ങൾ പലപ്പോഴും വ്യക്തമായി കാണാൻ കഴിയും. പലയിടത്തും ക്രൈസ്തവ വിരുദ്ധമായ പ്രവർത്തനങ്ങളെയും പെരുമാറ്റ രീതികളെയും ന്യായീകരിക്കുന്ന സംഗതികളും കാണാം. ആദ്യമൊക്കെ ക്രിസ്തീയതയുള്ള ഈ എതിർപ്പ് നവയുഗത്തോടുള്ള പ്രാഥമിക അനുരാഗത്തിനപ്പുറം കടന്ന് കൂടുതൽ ചിന്തിക്കുന്ന ചുരുക്കം ചിലർ മാത്രമാണ് ദൃശ്യമായിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി അത്തരം എതിർപ്പുകൾ ഇതര സംസ്കാരങ്ങളുടെ എല്ലാ തലങ്ങളിലും കടന്നു കയറിയിരിക്കുന്നതായി കാണാം. ലൗകിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ പരിഷ്കൃത പാശ്ചാത്യ സമൂഹങ്ങൾ ഇതിന് വലിയ ആകർഷക ശക്തിയുണ്ട്. ചുരുക്കി പറയട്ടെ, വിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് കേൾക്കുക. ചില പ്രാദേശിക നവയുഗ സംഘങ്ങൾ തങ്ങളുടെ യോഗങ്ങളെ പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് വിളിക്കാറുണ്ട്. ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കപ്പെടുന്നവർ യഥാർത്ഥ ക്രിസ്തീയ ആത്മീയതയുടെ അടയാളങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിലുള്ള അംഗത്വ പ്രവേശന ചടങ്ങുകളോ ആചാരങ്ങളോ നടക്കുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയും വേണം. ഇത്തരം സംഘങ്ങളെ ശരിയായ ദൈവശാസ്ത്രപരവും ആത്മീയവുമായ അടിസ്ഥാന ബോധ്യമില്ലാത്തവരെ അവരുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് പതുക്കെ വ്യാജ ദൈവ ആരാധനയിലേക്ക് നയിക്കും. എത്രയോ വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിലേക്കുള്ള ചില ആർട്സ് ഓഫ് ലിവിങ് അതുപോലെയുള്ള പല ജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകുന്നതാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ നടക്കാറില്ലേ ഉണ്ട്. എത്രയധികമായി. പ്രിയപ്പെട്ടവരെ, ദുഃഖപരമായ കാര്യം ഇതാണ്. ക്രിസ്തീയ വിശ്വാസികളും കത്തോലിക്ക വിശ്വാസികളും വരെ അവിടെ പോകാറുണ്ട്. എനിക്കറിയാവുന്ന ഇപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു കുടുംബം, അവർ പോയി അപ്പോൾ അവരോട് പറഞ്ഞു, ആദ്യമായി അവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥാപകൻ, ആ സ്ഥാപകൻ്റെ മുമ്പ് മുട്ടുകുത്തി ആരാധിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമേ ആരതിയൊക്കെ നടത്തിയ ശേഷം അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്നാം കൽപ്പനയ്ക്കെതിരായുള്ള വ്യക്തമായ, പ്രിയപ്പെട്ടവരെ, പാപമാണത്. വിശ്വാസിയാണെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകും, പക്ഷെ എന്താ കാരണം? ഉറച്ച വിശ്വാസിയല്ല, നാമമാത്ര വിശ്വാസികളാണ് ഇവർ. കെണിയിലൊക്കെ വിശുദ്ധ മാർപ്പാപ്പ പറയുന്ന എത്രയോ വാസ്തവമാണെന്ന് നോക്കുക. ക്രൈസ്തവ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉദ്ദേശവും രൂപവും പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ പിതാവിലേക്ക് ക്രിസ്ത്യാനികളെ തീർച്ചയായും പഠിപ്പിക്കേണ്ടതാണ്. ഇത് ഇത്തരം പ്രാർത്ഥനാ സംഘങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിയാൻ അവരെ സഹായിക്കും. ക്രിസ്തീയ പ്രാർത്ഥനയും ദൈവമായ യേശു ക്രിസ്തു എന്ന സത്യവും അനായാസേന ബന്ധപ്പെടുത്താവുന്നതാണല്ലോ. മൂന്നാം സഹസ്രാബ്ദത്തെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നു. മൂന്നാം സഹസ്രാബ്ദത്തിന്റെ തുടക്കം സുവിശേഷവൽക്കരണത്തിനായുള്ള ഒരു യഥാർത്ഥ കൈറോസ് തുറന്നു തരുന്നു. കാലത്തെയും രക്ഷാകര ചരിത്രത്തെയും കുറിച്ചുള്ള ക്രൈസ്തവ ദർശനത്തെ പറ്റിയുള്ള വിശ്വാസയോഗ്യമായ അറിവിന് വേണ്ടി അനേകരുടെ ഹൃദയവും മനസ്സും അസാധാരണമായ വിധം ഇപ്പോൾ തന്നെ തുറവിയുള്ളതാണ്. നമ്മുടെ പ്രഥമ പരിഗണന മറ്റുള്ളവയിൽ എന്താണ് ഇല്ലാത്തത് എന്നാകരുത്. അതിലുപരിയായി നമ്മുടെ വിശ്വാസ സ്രോതസ്സുകളെ നിരന്തരമായി പുനഃസന്ദർശിക്കുകയും അങ്ങനെ നല്ലതും യുക്തവുമായ രീതിയിൽ ക്രൈസ്തവ സന്ദേശം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതിലാണ് ഊന്നൽ നൽകേണ്ടത്. നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് നാം തീർച്ചയായും അഭിമാനിക്കണം. അതിനാൽ തന്നെ ഈ ദാനങ്ങൾ ഏതെങ്കിലും ദേശത്ത് നിലനിൽക്കുന്ന പ്രബലമായ സംസ്കാരധാരയിൽ അകപ്പെട്ട് നഷ്ടമാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതിനായി ഏറ്റവും ഫലപ്രദമായ ഉപകരണം കത്തോലിക്കാ സഭയുടെ വേദോപദേശം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചാണ്. കൂടാതെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ അനേകം യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾ കാണിച്ചു തന്ന
വിശുദ്ധിയുടെ മാർഗത്തിൻ്റെ സനാതനമായ പൈതൃകവുമുണ്ട്. നമുക്ക് ലഭിച്ച ഉന്നതമായ വിളി നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ മാർപ്പാപ്പ നമുക്ക് നൽകുന്നുണ്ട്. അതിതാണ് വിശുദ്ധ മത്തായിയുടെ 25-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. 5 താലന്ത് കിട്ടിയ വ്യക്തിയും 2 താലന്ത് കിട്ടിയ വ്യക്തി വീണ്ടും ജോലി ചെയ്ത് 5ഉം 2ഉം കൂടെ സമ്പാദിച്ചു. അത് തൻ്റെ ഉടമസ്ഥന് തിരിച്ചു നൽകി. എന്നാൽ 1 താലന്ത് കിട്ടിയ വ്യക്തി അത് മണ്ണിൽ കുഴി. അതിനുശേഷം അവൻ തൻ്റെ യജമാനന് ഈ 1 താലന്ത് തിരിച്ചു നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു, ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാൻ പറഞ്ഞു: ദുഷ്ടനും മടിയനുമായ വൃത്തിയാ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതരാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ വൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നവരുടെ അവസ്ഥ എത്ര ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. നാം അതിനെപ്പറ്റി ചിന്തിക്കുക. അവസാനമായി വിശുദ്ധ മാർപ്പാപ്പ പ്രകാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു: ദൈവത്തെ വെളിപ്പെടുത്തിയവനും ലോകരക്ഷകനുമായ ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കൃപ ലഭിച്ച നമുക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ ആഴം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള കടമയുണ്ട്. മതസിദ്ധാന്തങ്ങളുടെ ഈ ലോകമേളയിൽ യഥാർത്ഥ ക്രിസ്തീയതയുടെ ആകർഷണം പ്രഥമവും പ്രധാനവുമായി ദൃശ്യമാകേണ്ടത് സഭാംഗങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യത്തിലും വിശ്വാസത്തിലും ശാന്തതയിലും ക്ഷമയിലും ഊർജ്ജസ്വലതയിലും അയൽക്കാരോടുള്ള ഉറച്ച സ്നേഹത്തിലുമാണ്. ഇവയെല്ലാം ആധികാരികമായ വ്യക്തിഗത പ്രാർത്ഥനയിലൂടെ പുഷ്പിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ഫലങ്ങളത്രേ. ആശീർവാദനായി തലമുടിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.